ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യല് നോക്കൂ, ക്യാരറ്റും ബീറ്റ്റൂട്ടും നൈസായിട്ട് അരിഞ്ഞ് വെച്ചത് ചേർത്ത ഗോതമ്പ് ദോശയാണ് കേട്ടോ. അതിൻ്റെ അതിലേക്ക് എന്തൊക്കെ ചേർത്തേക്കണമെന്ന് പറയാം. ഇതേ കുറച്ച് ഞാൻ ഉണ്ടാക്കി ഒന്ന് വീട്ടിൽ ഉണ്ടാക്കിയ നെയ്യാണെന്ന് അതെൻ്റെ നേരത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വീട്ടിലുണ്ടാക്കിയ നെയ്യ് ഞാൻ പറഞ്ഞല്ലോ, ദോശയ്ക്കും അത്യാവശ്യം ചോറിനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ നെയ്യാണ് ഉപയോഗിക്കുകയെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാനപ്പോൾ നമ്മുടെ ദോശ നെയ്യ് പുരട്ടി പാത്രം ചൂടായി ഒഴിക്കണം കേട്ടോ. നമുക്കിത് പതുക്കൊന്ന് പരത്താം. ഇതിൻ്റെ അകത്ത് ചേർത്തേക്കണത് ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടാതെ ഇത്തിരി തേങ്ങ ഇട്ടിട്ടുണ്ട്. 2-3-4 തരി ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അത് ഇട്ടിട്ടുണ്ട്. ഉപ്പും. എന്നിട്ട് എല്ലാം കൂടി ഇതേ ദോശയുടെ പരുവത്തിൽ നമ്മൾ എടുക്കുമല്ലോ, അതേ പാകത്തിനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വെള്ളം ചേർത്തിരിക്കുന്നത് ഇത്രയും ലൂസാക്കിയിട്ട്. ഇനി അതൊന്ന് ചൂടാകട്ടെ. കണ്ട, ഇതിൻ്റെ കളറ് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നില്ലേ? രുചിയുമാണ് കേട്ടോ. നേരത്തെ ഉണ്ടാക്കി വെച്ചതാണിത്. നമ്മുടെ ക്യാരറ്റ് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ ചെറുതാക്കി ഇത് നൈസായിട്ട് കണ്ടോ നമ്മൾ ചീകിട്ട നന്നായിരിക്കും, രുചിയായിരിക്കും കേട്ടോ. ഇത് എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട്. ഇതൊക്കെ കുട്ടികൾക്കാണെങ്കിൽ ഏത് പ്രായക്കാർക്കാണെങ്കിലും ഇതിൻ്റെ ഈ കളറും രുചിയും ഒക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നും അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അഭിപ്രായമൊക്കെ പറയാം കേട്ടോ.